Corinthians 10:15 എന്ന് വായിച്ചത് എന്താണ്? ആർക്കും വിധിക്കാനാവില്ല. ആത്മീയ മനുഷ്യനെ ആർക്കും വിധിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ആത്മാവിലാണെങ്കിൽ, അട്ടിയുറച്ച ആത്മാവിലാണെങ്കിൽ, അല്ലെങ്കിൽ സെമിയ പൈസ പോലെയൊക്കെയാണ് എനിക്ക് സാധിക്കും. അട്ടിയുറച്ചിരുന്നാല് ആര് വന്ന് ഇന്ത്യൻ പോലൊക്കെ കൊണ്ട് ഇടിച്ചാലും നിങ്ങളുടെ വിശ്വാസം പോകുമോ? നിങ്ങളെ കൊണ്ട് കെട്ടിയിട്ട് അടിച്ചാലും എങ്ങനെ? പീഡിപ്പിക്കുന്നതോടെ നിങ്ങൾക്ക് കൃപ കൂടിക്കൊണ്ടിരിക്കും. 1 Petrus 2:19. പീഡനം ഇല്ലാത്തവർക്കാണ് കൃപ കിട്ടാത്തത്. 2 തിമോത്തി 3:12-13 യേശുക്രിസ്തുമായി ഐക്യപ്പെട്ട വിശുദ്ധജീവൻ ഐക്യപ്പെടുന്നവർക്കെല്ലാം പീഡിപ്പിക്കപ്പെടും. അതേസമയം മറ്റവരെ അടിക്കടി അധംപതിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ആത്മീയ രഹസ്യം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മത്തായി 5:10-12 വചനത്തില് വ്യാജമായി നിങ്ങൾക്കെതിരായി പലതും പറയും. വ്യാജമായി നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയും കേട്ടോ. അങ്ങനെ ചെയ്തിങ്ങനെ ഇത് ഉണ്ടാ വേണ്ടാത്തല്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ചെയ്യത്തിനൊന്ന് കേൾക്കുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ആത്മാവിൽ ആനന്ദിച്ചു. ഈശോ പറയുന്നത് അത് നിങ്ങൾ വേണ്ടതും വെച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോണില്ല. ഈശോയും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ഭർത്താവ് കേട്ടാന്ന് എടി ഇതിനെപ്പറ്റി അങ്ങനെ കേട്ടെന്ന് പറഞ്ഞ് തീർന്നു. ആ സമയത്ത് ഈശോ പ്രൈസ്ലോ അങ്ങനെ പറഞ്ഞേക്കണം കേട്ടോ. എന്ത് ഞാൻ മെറ്റാസിന്റെ ഉദാഹരണമൊക്കെ ഉണ്ട്. ഭയങ്കര എനിക്ക് വിശ്വാസം. എന്ത് പറഞ്ഞാൽ പ്രൈസ്ലോ. കമ്പനിക്ക് ലോസ് വന്നപ്പോൾ പറഞ്ഞ പ്രൈസ്ലോ. അപ്പൊ വേറൊരു സ്റ്റോറി അതിന്റെ ഏറ്റവും ഉണ്ടായി കൊടുത്തു. അവർ പറയുന്ന അത്ഭുതങ്ങളാണ്. എന്ത് പറഞ്ഞാലും പ്രൈസ്ലോ. ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ പ്രൈസ്ലോ. ഇപ്പൊ ഭാര്യ വന്ന് എനിക്കൊന്നും പറയാൻ പറ്റുള്ളൂ. പുള്ളി പ്രൈസ്ലോ. അതാ വിശ്വാസമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാല് റോമ 8:28 എല്ലാം നന്മയ്ക്കായിരിക്കും കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും കുറഞ്ഞ പോയാൽ പേടിച്ച് കേസ് കുറഞ്ഞ പോയാലും നന്മയ്ക്കാണ്. നിങ്ങളെ പഠിപ്പിക്കാനാണ് വരണം കേട്ടോ.